അതൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമല്ല. കാര്യം ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ ആലപ്പുഴ അതുപോലെ തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള നമ്മുടെ ഹൈവേകൾ മുഴുവൻ എടുത്ത് പരിശോധിക്കുക. പിന്നെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം പിന്നെ മുമ്പുള്ള കാലം തൊട്ട് തന്നെ ചർച്ചയിലിരിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഇതാരും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം നമുക്കറിയാം ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും കല്ലിട്ടതൊരാൾ നടത്തിയതൊരാൾ എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് പിന്നെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്നെ കുഞ്ഞു തന്നെയാണത്, ഒരു സംശയമുള്ള കാര്യമുള്ളത്. അതെങ്ങനെ ഈ സംസ്ഥാന സർക്കാരിന് ആ പടം നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, ബഹളം വയ്ക്കാതെ. ഈ പറയുന്ന 817 കോടി രൂപ ഈ പറയുന്ന അവിടെ കൊടുത്തിട്ടില്ലേ? അതല്ല അല്ല, അത് പ്രൈവറ്റ് സെക്ടറിലുള്ളതല്ലേ. പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് അത് തിരിച്ച് ഇന്ത്യ ഗവൺമെന്റ് പണം കൊടുക്കണം. അത് മാത്രമല്ല, ഈ പറയുന്ന ബാക്കിയുള്ള പണവും ഇത് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള പണം തന്നെ ലോണായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പണമൊന്നും അല്ലല്ലോ, തിരിച്ചടക്കണമല്ലോ. അത് എവിടെ കൊടുത്താലും പണം തിരിച്ചടക്കണം. അത് ഈ പറയുന്ന നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് അല്ല, സംസ്ഥാന സർക്കാരിനാണ് നിങ്ങൾ തീരുമാനിക്കാൻ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാർ അല്ല, ഈ പറയുന്ന കേന്ദ്ര സർക്കാർ പണം കൊടുക്കുകയും സാങ്ഷൻ കൊടുക്കുകയും ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പണമല്ലല്ലോ എടുത്തു കൊടുത്തു. അത് ലോണായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച പണം തന്നെയല്ലേ. അത് കൃത്യമായിട്ട് കണക്കെനിക്ക് നോക്കണം, അല്ലാതെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റും കേന്ദ്ര സർക്കാരിന് കൊടുത്ത് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ, ഈ 850 എന്ന് പറയുന്നത് വേറെ, അതല്ലാതെ ഉണ്ടല്ലോ പണം. അല്ല, ഇത് ലോൺ അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കുമാരെങ്കിലും. ഇത് പ്രൈവറ്റ് സെക്ടറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുന്ന മുഴുവൻ പൈസ ഫ്രീ ആയിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും? അത് തിരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ പണമാണ്. അത് പ്രൈവറ്റ് സെക്ടറാണ്. പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിൽ അതില്ല. അതില്ലാതെ വരുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ എങ്ങനെ അതിന്റെ പൈസ മുഴുവൻ കൊടുക്കാൻ കഴിയും? അത് കൊടുത്തിട്ടില്ല. അല്ല, അത് അവരുടെ ആണല്ലോ, അതുകൊണ്ടല്ലേ ഇത് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച പറ്റി ഞാനെന്ത് പറയാനാ? വസ്തുത വിരുദ്ധമൊന്നുമില്ല. അങ്ങനെയാണ് ഈ പറയുന്നത്. ഇവർ പറയുന്ന വല്ല കല്ലിട്ടവരാണ് മുഴുവൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് വസ്തുത വിരുദ്ധമല്ലേ? അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇത് ഏതായാലും NDA സർക്കാരിൻ്റെ നിലപാടാണ് ഇതൊക്കെ ഇന്ത്യയിൽ മുഴുവൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന പുതിയ വന്നിട്ടുള്ള ഒരു ഇത്. രാജീവ് ചന്ദ്രശേഖർ അവിടെ കയറിയിരുന്നു, മുദ്രാവാക്യം വിളിച്ചു, BJPയുടെ ഒരു പരിപാടിയെ ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്തോ ശരിയായ ഒരു രീതിയാണോ അത്? അതിനെന്താ കുഴപ്പമുള്ളത്? കാരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എത്രയോ പ്രോജക്റ്റുകളിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തും ഈ പറയുന്ന UDF ഗവൺമെൻറ് കാലത്തും ഒക്കെ ഇരുന്നിട്ടുണ്ട്, LDF ഗവൺമെൻറ് കാലത്തൊക്കെ ഇരുന്നുണ്ട്. അപ്പോഴും ഇതിപ്പോൾ പ്രധാനമന്ത്രി വന്ന ഒരു വേദിയിൽ അദ്ദേഹം കയറി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയേണ്ട ഒരു കാര്യമുള്ള കാര്യമല്ല. മുദ്രാവാക്യം വിളിച്ചതെന്ന് അദ്ദേഹം BJP സിന്ദാബാദൊന്നും അല്ല വിളിച്ചത്. അതൊന്നും അല്ലല്ലോ വിളിക്കാത്ത കാര്യം പറയുന്നതൊക്കെയാണ്. BJP സിന്ദാബാദ് വിളിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഇവിടെ ട്രിവാൻഡ്രത്ത് പോയി സ്വീകരിച്ചു. അതിനുശേഷം എനിക്ക് കുറേ മീറ്റിങ്ങുകളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും NDA സർക്കാരിന്റെ കുഞ്ഞ് തന്നെയാണ് വിഴിഞ്ഞം. സംശയം ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പിന്നെ ആർക്ക് വേണ്ടി എല്ലാവർക്കും അവകാശപ്പെട്ടോട്ടെ, വേറെ കാര്യമൊന്നുമില്ല. നിലമ്പൂർ ഇലക്ഷൻ വരികയാണ്, NDA മത്സരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിലപാട്? തീർച്ചയായും NDA മത്സരിക്കുമല്ലോ. അവിടെ സംശയം എന്താണ്? കാര്യം ഇപ്പോൾ എല്ലാ സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏതാണ്ട് ഒരു സീറ്റ് ജയിക്കുകയും മറ്റുള്ള സീറ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുകയും പിന്നെ അതുകൂടാതെ പിന്നെ പാർലമെന്റ് നിയമസഭാ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 10-20 സീറ്റുകളോ നമ്മൾ ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്കുള്ള ശക്തമായിട്ടുള്ള മത്സരം അവിടെ ഉണ്ടാവും. ആ തീരുമാനം എടുത്തിട്ടില്ല. അടുത്ത ദിവസം തീരുമാനം എടുത്ത് കാൻഡിഡേറ്റ് തീരുമാനിച്ചിട്ട് വേണ്ടേ പ്രചരണം തുടങ്ങാനായിട്ട്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. SNDP യോഗം അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒന്നുമായിട്ടും പ്രത്യേക അടുപ്പവും വിരോധവും ഇല്ല. അതൊരു സാമുദായിക സംഘടനയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ.